നിനക്കായി മാത്രം ഭാഗം 22. പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ച് തന്നെ ഹരി നേരത്തെ ഉണർന്നിരുന്നു. കാരണം ഇന്നെന്തായാലും വൈഗ അമ്പലത്തിൽ വരും എന്നവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നിഷ്ടാണെങ്കിൽ ഇന്ന് വൈഗ അമ്പലത്തിൽ വന്നിരിക്കും. അവൻ്റെ മനസ്സ് പല ആവർത്തി സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഉണർന്നപ്പോഴും കുളിച്ചൊരുങ്ങിയപ്പോഴും എല്ലാം ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ഉത്സാഹമായിരുന്നു ഹരിക്ക്. വേഗം ഒരു മുണ്ടും ഷർട്ടുമൊക്കെ ഉടുത്ത് മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ച് അവൻ അമ്പലത്തിലേക്ക് ഇറങ്ങി. പതിവ് പോലെ തന്നെ നടന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വന്നത് സ്ഥിരമിരിക്കുന്ന സ്ഥലമായിട്ടുള്ള കുളപ്പടവിലേക്ക് തന്നെയായിരുന്നു അവൻ. കുളപ്പടവിലേക്ക് നടക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ അവൾ അവിടെ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു. കുളപ്പടവിലെ ഏറ്റവും മുകളിലെ പടവിൽ നിന്നപ്പോൾ തന്നെ താഴെ ഒരു ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നവളെ ഹരി കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ കാലുകൾക്ക് വേഗതയേറി. വേഗത്തിൽ അവൻ പടികൾ താഴേക്കിറങ്ങി അവൾ ഇരിക്കുന്നതിൻ്റെ മുകളിലെ പടിയിൽ വന്നിരുന്നു. ഇന്ന് കൂട്ടുകാരി വന്നില്ലേ? കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഹരി അവളോടെന്നതുപോലെ ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി. അത്ഭുതത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളോട് ഹരി എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി. ഇന്ന് കൂട്ടുകാരി വന്നില്ലേ എന്ന്. ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദ്യം ആവർത്തിച്ചു. വൈഗ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. എന്തുപറ്റി? അവൾക്ക് ഇന്നു മുതൽ രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോയി. തനിക്കില്ലേ അപ്പോൾ ക്ലാസ്? അവൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്, ഞാൻ വേറെ സ്കൂളിലും. നിർത്തി വൈഗ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. താൻ എവിടെയാണ് പഠിക്കുന്നത്? ഞാനിവിടെ അടുത്ത് GVHSSലാണ് പഠിക്കുന്നത്. അതിന് ഹരി ഒന്ന് മൂളി. ഇനി എന്നാ തിരിച്ചു പോകുന്നത്? ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എന്തൊക്കെയായാലും ഏറിയാൽ 1 മാസം, അപ്പോഴേക്കും എനിക്ക് തിരിച്ചു പോകണം. ഹരി പറഞ്ഞതും വൈഗയും ഒന്ന് മൂളി. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം താൻ ആലോചിച്ചോ? അല്പനേരത്തെ മൗനത്തിന് ശേഷം ഹരി അവളോട് തിരക്കി. ആ ചോദ്യത്തിൽ ഇത്രയും നേരം തനിക്കില്ലാതിരുന്ന ടെൻഷനും വെപ്രാളവും ഇപ്പോൾ തന്നെ പിടികൂടുന്നത് വൈഗ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മുഖത്തെ ചുവപ്പും തലതാഴ്ത്തിയുള്ള നിൽപ്പും ഹരിക്ക് അവളുടെ മനസ്സിലുള്ള കാര്യം വ്യക്തമായി കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അവനത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല. അവളെ നോക്കി അവൾ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. പക്ഷേ മൗനമായിരുന്നു വൈഗ. ഓക്കെ, ഇപ്പോൾ പൊക്കോ, നമുക്കിനിയും സമയമുണ്ടല്ലോ. ഹരി അത് പറഞ്ഞുകൊണ്ട് പടവുകൾ തിരികെ കയറി. വൈഗ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഹരി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി നേരെ നടന്നു. പിന്നീട് വൈഗ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവനെ കാണാൻ വരും. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന കാര്യം വാക്കാൽ അവൾ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അന്ന് ചോദിച്ചത് പിന്നെ അവനത് അവളോട് ചോദിച്ച് വീണ്ടും അവളെ ബുദ്ധിമുട്ടിച്ചതുമില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഹരി തീർത്തും ആ സ്ഥലത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ചിന്തയിൽ തന്നെയായിരുന്നു. അതിനിടെ സതീശൻ ആ സ്ഥലത്ത് വീണ്ടും റിസോർട്ട് പണിയാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇത്തവണ ഹരി അത് നേരത്തെ അറിയുകയും ചെയ്തു. മുൻപ് ഈ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചിരുന്ന സാഗർ ഇല്ലിക്കൽ തന്നെയാണ് വീണ്ടും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഹരി ആദ്യം തന്നെ ചെയ്തത് സാഗർ ഇല്ലിക്കലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്ന് അന്വേഷിച്ചറിയുക എന്നതായിരുന്നു. പുറമേ നല്ല സ്വഭാവവും വിനയമായ പെരുമാറ്റവും ഒക്കെ ആണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു ചെകുത്താൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പുറമേ അറിയുന്നതും അറിയാത്തതുമായ നിരവധി കേസുകൾ, നിരവധി കൊലപാതകങ്ങൾ, പോരാത്തതിന് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വേറെ. ഇതിലെല്ലാം അച്ഛനും ആ ഒരു ലെവലിൽ തന്നെ പങ്കുള്ളത് കൊണ്ട് തന്നെ ഹരി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല. ഏതെങ്കിലും ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഏതു വിധേനയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സാഗർ ഇല്ലിക്കൽ. പക്ഷേ അയാളുടെ ആഗ്രഹങ്ങളിൽ നടക്കാതെ നിൽക്കുന്ന ഒന്ന് ഈ സ്ഥലം മാത്രമാണെന്നുള്ളത് ഹരിക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ തവണ പിഴച്ചുപോയി എങ്കിലും വീണ്ടും ആ സ്ഥലം തന്നെ നോട്ടമിട്ട് അയാൾ വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത്തവണ ഏതു വിധേനയും ആ സ്ഥലം സ്വന്തമാക്കാനുള്ള എല്ലാ കുറുക്കുവഴികളും അയാൾ തേടിപ്പോകും എന്നുള്ളത് ഹരിക്ക് ഉറപ്പായിരുന്നു. മനസ്സിൽ എന്തെങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്യണം എന്ന കാര്യവും ഹരി ഓർത്തു വച്ചിരുന്നു. അതുപോലെ തന്നെ അവൻ അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം ഇതുപോലെ ഹരി പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് അച്ഛനുമായിട്ട് മീറ്റിങ്ങിലിരിക്കുന്ന സാഗർ ഇല്ലിക്കലിനെയാണ്. ഒരു തവണ ചെറിയ രീതിയിൽ താൻ ഇയാളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനെ ഇത്രയും അടുത്ത് കാണുന്നത്. ഹരി അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പോലും ഭാവിക്കാതെ മുകളിലേക്ക് കയറി പോകാൻ ഒരുങ്ങിയതാണ്. ഇത് ഹരിനാരായണൻ. പറഞ്ഞു വരുമ്പോൾ എൻ്റെ മകനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവനാണ് ഈ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുന്നതിൽ നമുക്കെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ വിലങ്ങുതടി. അച്ഛൻ തന്നെ സാഗർ ഇല്ലിക്കലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടതും കോണിപ്പടികൾ കയറിക്കൊണ്ടിരുന്ന ഹരി ഒരു നിമിഷം ഒന്ന് നിന്നു. അത് കേട്ടതും മുഖത്ത് തെല്ലുപോലും ഭാവവ്യത്യാസം വരാതെ അവൻ അവരെ എല്ലാവരെയും ഒരുപോലെ തന്നെ തിരിഞ്ഞു നോക്കി. നിങ്ങളിപ്പോൾ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. നിങ്ങളെൻ്റെ അച്ഛനല്ല. ആ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ആവശ്യവുമില്ല.
ഐ എം അഡ്വക്കേറ്റ് ഹരിനാരായണൻ ആൻഡ് ദാറ്റ് ഇസ് മൈ ഐഡൻറ്റിറ്റി ആൻഡ് ദാറ്റ്സ് ഓൾ വാട്ട് ഐ നീഡ്. ശബ്ദത്തിലും സംസാരത്തിലും പുച്ഛം നിറച്ചുകൊണ്ട് തന്നെയാണ് ഹരി എല്ലാവരോടും സംസാരിച്ചത്. അവൻ്റെ ആ ഒരു സംസാരം ഒരു നിമിഷം കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന സാഗർ ഇല്ലിക്കലിന് പോലും ഇഷ്ടമായി തോന്നി. അവനത് പറഞ്ഞ് പിന്നീടൊരു സംസാരത്തിന് കാത്തു നിൽക്കാതെ നേരെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. ഹീ സ്മാർട്ട്. അവൻ്റെ സംസാരവും ശബ്ദത്തിലുള്ള ഗാംഭീര്യവും ഒക്കെ കേട്ടതിന് ശേഷം അറിയാതെ തന്നെ സാഗർ അത് പറഞ്ഞു പോയി. സർ. ദേഷ്യം കടിച്ചമർത്തിയ ശബ്ദത്തിൽ സതീശൻ അയാളെ വിളിച്ചു. യെസ്. ഓക്കെ മിസ്റ്റർ സതീശൻ, എന്താ താങ്കൾ ഇനി ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും പറയാനും ചെയ്യാനുമില്ല. ഇപ്പോൾ ആ കയറിപ്പോയവനെ എനിക്ക് തോൽപ്പിക്കണം. ഏത് വിധേനയും ആ ഒരു സ്ഥലത്ത് എനിക്കൊരു റിസോർട്ട് തന്നെ പണിയണം. അവൻ്റെ നെറുകയിൽ ആണിയടിക്കുന്ന വിധത്തിൽ തന്നെ. അത് തൻ്റെ മകൻ തന്നെ ആണോടോ? സതീശൻ പറയുന്നത് കേട്ട് അല്പം തമാശ കലർത്തിക്കൊണ്ട് സാഗർ ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. പെട്ടെന്നൊരു ഓളത്തിന് സതീശൻ അങ്ങ് പറഞ്ഞു പോയി. വാട്ട്? അയാൾ അങ്ങനെ പറയുന്നത് കേട്ടതും ഒട്ടൊരു നിമിഷത്തിന് ശേഷം സാഗർ ഇല്ലിക്കൽ ചെറിയൊരു ചിരിയോടെ അയാളോട് തിരികെ ചോദിച്ചു. ഓ എൻ്റെ സാറേ, ഇപ്പോൾ നശിച്ചവൻ്റെ കാര്യം പറയാതെ സാറ് പ്ലോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. ഐ ഹാവ് നത്തിങ് ടു സേ. അടുത്ത തിങ്കളാഴ്ച നമ്മൾ ആ സ്ഥലത്തിന് തറക്കല്ലിടുന്നു. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് സംഭവിച്ചോളും. അത്രമാത്രം പറഞ്ഞ് ആ ഒരു മീറ്റിംഗ് സാഗർ ഇല്ലിക്കൽ കൈകൊടുത്ത് അവസാനിപ്പിച്ചിരുന്നു. ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് സതീശൻ ആശ്വസിച്ചു. സാഗർ ഇല്ലിക്കൽ ഇറങ്ങിയതും സതീശൻ്റെ ഉള്ളിൽ 1000 ലോട്ടറി ഒരുമിച്ചടിച്ച സന്തോഷമായിരുന്നു. ഇനി എന്തുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സാഗർ നോക്കിക്കോളും എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ ഉള്ളിൽ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹരിയെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് വിരിയുന്ന പുച്ഛം. പക്ഷേ ഹരി അത് തെല്ലുപോലും കണ്ടതായി ഭാവിച്ചില്ല. അച്ഛനെ നോക്കി അതിനെതിരെ അതിലും വലിയ പുച്ഛം വാരി വിതറിക്കൊണ്ടാണ് ഹരി നടന്നിരുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിലും ഹരി വൈഗയുടെ കാര്യം ഒരിക്കൽ പോലും മറന്നിരുന്നില്ല. അവൾ വന്നാലോന്ന് ചിന്തിച്ച് എല്ലാ ദിവസവും അവൻ മുടങ്ങാതെ അമ്പലത്തിൽ പോകും. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വൈഗയും എത്തുമെങ്കിലും ചില ദിവസങ്ങളിൽ അവൾക്ക് എത്തിച്ചേരാൻ കഴിയാറില്ല. എങ്കിലും ഹരി മുടങ്ങാതെ അവിടെ എത്തും. പറയാതെ പറഞ്ഞ പ്രണയവുമായി ഹരിയുടെയും വൈഗയുടെയും പ്രണയം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു രാവിലെ ഹരി എഴുന്നേൽക്കുന്നത് ഫോണിലെ ഒരു മെസ്സേജ് കണ്ടുകൊണ്ടായിരുന്നു. ഒരേ സമയം അവൻ്റെ ഉള്ളിൽ 1000 ചിന്തകളും അതുപോലെ ഒത്തിരി ആകാംക്ഷയും നിറച്ചൊരു മെസ്സേജായിരുന്നു അന്നേരം വരുന്നത്. സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്നായതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും പിന്നീട് അവനതൊന്ന് തുറന്നു നോക്കി. ഇന്ന് വരുന്നില്ലേ എന്ന് മാത്രമായിരുന്നു ആ മെസ്സേജ്. അറിയാൻ പാടില്ലാത്ത നമ്പറിൽ നിന്നായതുകൊണ്ട് തന്നെ ഹരി കോണ്ടാക്റ്റ് ഒന്ന് എടുത്തു നോക്കി. പേരൊന്നും കൊടുത്തിട്ടില്ല. പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടിട്ടിരിക്കുന്നത് ഒരു ആമ്പലിൻ്റെ ചിത്രമാണ്. അത് കണ്ടപ്പോൾ തന്നെ അത് വൈകിയാണെന്ന കാര്യത്തിൽ ഹരിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ ഏകദേശം അമ്പലത്തിലേക്ക് എത്തേണ്ട നേരമായിരുന്നു. താനിന്ന് വൈകിപ്പോയി. കൂടുതൽ സമയം പാഴാക്കാൻ നിൽക്കാതെ വേഗം ബാത്റൂമിലേക്ക് കയറി ഒരു കാക്കക്കുളിയൊക്കെ കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ കുളപ്പടവിലിരിക്കുകയാണ് ആള്. തന്നെ കാത്തുന്നത് പോലെ തന്നെ. കയ്യിൽ ഒരു ഫോണൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. തനിക്കെൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഹരി അവളുടെ അടുത്ത് കുളപ്പടവിലേക്ക് ഇരുന്നത്. അവൻ്റെ ശബ്ദം കേട്ടതും ഒരു നിമിഷം ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതെനിക്ക് വേണി ഫേസ്ബുക്കിൽ നിന്ന് എടുത്തു തന്നതാ. വിക്കലോടെയുള്ള അവളുടെ ശബ്ദത്തിന് ഹരി ഒന്ന് മൂളി. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്? അടുത്തൊരു സംഭാഷണത്തിനെന്നോണം ഹരി അവളോട് വീണ്ടും ചോദിച്ചു. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഹരി അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവളോട് സംസാരിച്ചത്. കാരണം അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഇത്രയും നാളായിട്ടും അതിനൊരു മറുപടി പോലും അവൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ പരിഭവം അവനിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എനിക്കിഷ്ടാ. വാട്ട്? താൻ കേട്ടതിൻ്റെ പ്രശ്നമാണോന്നറിയാൻ ഹരി വീണ്ടും എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും ആർദ്രമായിട്ട് വൈഗ അവനോട് പറഞ്ഞു. താൻ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാനാകാതെ അവിടെ തന്നെ ഇരുന്നു പോയി ഹരി. ഒരു നിമിഷം അവളോട് തിരികെ എന്ത് പറയണം എന്നറിയുന്നില്ല, എന്ത് പ്രവർത്തിക്കണമെന്നും അവന് നിശ്ചയമില്ലായിരുന്നു. ആകെ ഒരു സ്വപ്നലോകത്തെത്തിപ്പെട്ട ഒരു തരം അവസ്ഥ. വൈഗ? അവൻ്റെ ശബ്ദത്തിൽ പോലും പതർച്ച നിറഞ്ഞു പോയി. അവൾ അവനെ മുഖമുയർത്തി നോക്കി. താൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനമാണോ ഇത്? ഒരുപാട് ആലോചിച്ചതാണ്. അപ്പോഴെല്ലാം മനസ്സിൻ്റെ മറുപടി ഇഷ്ടമാണെന്ന് തന്നെയായിരുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഇനി അതൊന്നും മറന്നു കളയാനാകും എന്ന് തോന്നുന്നില്ല. കേവലം 18 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയുടെ പ്രായത്തിൻ്റെ ചാബല്യമായി മാത്രം ഇതിനെ കാണരുത്. ചെറുപ്പത്തിൽ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയതാണ്. ആ പ്രായത്തിൽ അത് തിരിച്ചറിയാനായില്ലെന്ന് മാത്രം. പിന്നീടുള്ള ഓരോ ദിവസവും എന്താണ് പ്രണയമെന്നും അതെങ്ങനെയാണെന്നും ഞാൻ തിരിച്ചറിയുക തന്നെയായിരുന്നു. ഇപ്പോൾ ഹരിയേട്ടനും എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ സ്നേഹം എനിക്ക് മറച്ചു പിടിക്കാൻ തോന്നുന്നില്ല.
വൈഗ പറഞ്ഞതും ഹരിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകും എന്ന രീതിയിൽ അതിവേഗത്തിൽ മിടിച്ചുപോയി. ഹരിയുടെ കൈകൾ അവൻ പോലും അറിയാതെ അവൻ്റെ നെഞ്ചൊന്ന് തടവി കടന്നുപോയി, അതിനെ വരുതിയിലാക്കാൻ എന്നോണം. ഒന്നും മിണ്ടാതെ മൗനമായി ഹരി അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. അവന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. സന്തോഷം കാരണം അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചുപോയി. അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ഇരുവരുടെയും പ്രണയം. അവളുമായി സ്നേഹത്തിലായി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വൈശാഖിൻ്റെ പെങ്ങളാണെന്നും ചന്ദ്രോത്ത് സുധീരൻ്റെ മകളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹരി അറിയുന്നത്. പണ്ട് മുതലേ ചന്ദ്രോത്ത് തറവാടും മംഗലത്ത് തറവാടും തമ്മിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ സ്വത്തിൻ്റെ പേരിലും തറവാടിത്തത്തിൻ്റെ പേരിലും ആരൊക്കെയോ കൊന്നിട്ട് വരെയുണ്ട് തമ്മിൽ. ആ ഒരു ശത്രുത ഇപ്പോഴും അതേ രീതിയിൽ നിലനിന്ന് പോരുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താനും വൈശാഖും തമ്മിലുള്ള പ്രശ്നം പോലും. തറവാട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയാണ് അവൻ കളിസ്ഥലത്തും കണ്ടത്തിലും ഒക്കെ വന്ന് കാണിച്ചിരുന്നത്. തനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈശാഖിനായിരുന്നു അത് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ പ്രശ്നമായിരിക്കും. രണ്ടുപേരും എതിർ ടീമുകൾക്ക് വേണ്ടി മാത്രമേ കളിക്കുകയുള്ളൂ. ടീമായിട്ട് കളിച്ചാലും അത് രണ്ടുപേരുടെയും പേഴ്സണലായിട്ടുള്ള കളിയായിട്ടാണ് കരുതുക. മിക്ക കളിയിലും ഹരി ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയും ഇടിയുമാണ്. ഒരു പരിധിവരെ ഹരി ഒഴിഞ്ഞു മാറുമെങ്കിലും വൈശാഖിൻ്റെ നീക്കങ്ങൾക്ക് എതിർത്ത് നിന്ന് വരുമ്പോഴേക്കും അത് പിന്നീട് അതിലും വലിയ പ്രശ്നങ്ങളിലേക്കാകും വഴിമാറി തിരിയുക. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.